ജോണിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓ, അതിപ്പോ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്നാലും നിന്റെ മധുരം വെപ്പായിട്ട് പോലും കൃത്യസമയത്ത് എത്താതെ. ചേച്ചിയുടെ പറച്ചിൽ കേട്ടോ തോന്നുന്നു ഇതിനു മുന്നേ ചേട്ടൻ എല്ലാ പരിപാടിക്കും ഇവിടെ കറക്റ്റ് സമയത്തിന് വന്നിട്ടുണ്ടെന്ന്. ചേച്ചി ടെൻഷൻ അടിക്കാതെ ഇങ്ങോട്ട് വാ, അവിടെ താഴെ അച്ഛൻ വന്നിട്ടുണ്ട്. വാ. അല്ല, നീ പോയിട്ട് വാ, ഞാനൊന്ന് ലാസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് വരാം. എന്നാ ചേച്ചി ട്രൈ ചെയ്തോ, ഞാൻ താഴെ കാണും. ശരി. കൺട്രോൾ കോളിംഗ്. ചുരം 4ാമത്തെ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. കാഷ്വാലിറ്റി ഉണ്ട്, സ്പോട്ടിലേക്ക് എത്തുക. മുറിവിൻ്റെ ആട് അല്പം കൂടുതലാണ്, ഉണങ്ങാൻ കുറച്ച് ദിവസം പിടിക്കും. TT എടുത്തിട്ട് എത്ര നാളായി? 1 മാസത്തിന് മുമ്പ് എടുത്തതാ. ആ, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. സിസ്റ്റർ ഈ കൈ ഒന്ന് ഡ്രസ് ചെയ്തു കേട്ടോ. ശരി. എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ല, ചെറിയൊരു പെയിനുണ്ട്. മരുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് സാർ. ഇപ്പോൾ ഉണ്ട് സാർ, എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. സാരമില്ല, ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഡാഷിലേക്ക് വെച്ചാൽ ശരി സാർ. ഫെലിക്സ് അവിടെ? സാർ ഇവിടെ ഉണ്ട്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം സാർ. ഇപ്പം എങ്ങനെയുണ്ട് കൈ? കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പെയിൻ ഉണ്ട്, പെയിൻ കില്ലർ കഴിച്ചു. സാറിന് എങ്ങനെയുണ്ട്? ചെറിയൊരു പെയിനുണ്ട്. ഫെലിക്സിൻ്റെ ഫോൺ അടിക്കുന്നത് കേട്ടില്ല സാർ. MLA എടുക്കണ്ട, അവനെ ഇറക്കാനുള്ള ശുപാർശ കോളായിരിക്കും. എന്നിട്ട് എന്താ കാര്യങ്ങൾ? നമ്മുടെ കേരള സ്റ്റേഷനിൽ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്ന അവനല്ല, വേറെ 2 പേരാണ് ഈ മോഹനെ വെട്ടിയെന്നത്. പക്ഷേ ഈ മോഹൻ്റെ വീട്ടിലേക്ക് ഇവർ 2 പേര് എത്തിച്ച ഇവരാണ്. അതവൻ സമ്മതിച്ചിട്ടുണ്ട് സാർ. എന്നിട്ട് ആ 2 പേരെ ഡീറ്റെയിൽസ് കിട്ടി. ഒരുത്തൻ്റെ പേര് ലിജോ, മറ്റവൻ്റെ പേര് മനു. ഇവർ 2 പേര് ഇടുക്കിക്കാരാണ്. പക്ഷെ നമ്മുടെ സ്റ്റേഷൻ്റെ പരിധിയല്ല, മുല്ലക്കുടിയാണ്. സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ലിജോയും മനുവും പിന്നെ നമ്മുടെ കയ്യിലെ പ്രവീണിൻ്റെയും പേരിൽ 4 അടിപിടി കേസുണ്ട്. അവന്മാരെ അന്വേഷിച്ച് പോലീസ് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവരോട് എത്തിയിട്ട് വിളിക്കാന്നാ പറഞ്ഞ. അവന്മാരെ വീട്ടിൽ കാണാൻ ചാൻസ് ഇല്ല. സാർ, എന്തായി? അത് ഇടിച്ചിഞ്ച പരിവാക്കിയിട്ട് അവൻ പറയുന്ന അവന്മാർ തന്നെ ചെയ്തതെന്നാ. പാർട്ടി പ്രശ്നത്തിൻ്റെ പേരിലാണെന്നാ പറയുന്നത്. ഇനിയൊന്നും ചെയ്യണ്ട, FIR നാളെ കൂടുതൽ ഹാജരാക്കും. ശരി സാർ, ഓക്കെ. സാറേ, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ചുരം 4-ാം വളവിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയി. ബൈക്ക് ഓടിച്ചയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഇവിടെ നേരെ പോയേക്കണം. അഭിലാഷും മനോജും പോയിട്ടുണ്ട് സാർ. ശരി സാർ. സാറ് പറഞ്ഞ പോലെ അവരോട് ഇല്ല. 2 ആഴ്ചയായിട്ട് 2 പേര് വീട്ടിലും ചെന്നിട്ടില്ല. അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ. ഫെലിക്സ് അതൊന്നും എനിക്ക് വാട്സപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളുടെയും ഡീറ്റെയിൽസ് നിറക്കണം. അവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധയും വേണം. ഓക്കെ സാർ. ഇവരുടെ മൊബൈലൊന്ന് ട്രാക്ക് ചെയ്തേക്ക്. ഞാൻ ഒന്ന് വീട് വരെ പോവാം. ഓക്കെ സാർ. അല്ല സാർ, എറണാകുളം വരെ സാറൊക്കെ നീ കൈ വെച്ച് ഡ്രൈവ് ചെയ്യാം. ഒന്നും സാരില്ല, നാളെ പെങ്ങളുടെ എൻഗേജ്മെന്റ്. എന്തായാലും ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് 2 പേർക്ക് മുങ്ങാൻ പറ്റില്ല. 2 പേരും കല്യാണത്തിന് വന്നാൽ മതി. ശരി സാർ. ഫെലിക്സ് സാർ. ഹലോ ജോൺ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ആ ജോൺ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? സാർ, നമ്മുടെ ആ പാർട്ടിയിലെ മോഹനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ പൊക്കിയുണ്ട് സാർ. ഓ, ഗുഡ് ഗുഡ്. പക്ഷേ 2 പേരെ ഇവിടെ കിട്ടാനുണ്ട്. ആ, ഒരു മനു, ലിജോ. അവന്മാരിപ്പോൾ ഇവരാണ്. പക്ഷെ നമുക്ക് ഉടനെ പോകാം സാർ. ആ ജോൺ, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ഷുവർ സാർ. സാർ, അതുപോലെ തന്നെ നമ്മുടെ ചുരത്തിലൊരു ആക്സിഡന്റ്, ഒരു സ്പോട്ട് ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും സാർ. അത് കഴിഞ്ഞ് ഞാനൊന്ന് വീട്ടിലേക്ക് പോകും. നാളെ പെങ്ങളുടെ എൻഗേജ്മെന്റ്. ഓ, അത് നാളെയാണല്ലേ? ആശംസകൾ പറഞ്ഞേക്ക് അനിതിയോട്. ഷുവർ സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ശരി. അഭിലാഷ് എന്ത് സാർ താഴെയുണ്ട്. ആ,
സാർ എത്ര മണിക്കായിരുന്നു സംഭവം? 8:45 സാർ. മുകളിലെ വളവിലാണ് ആക്സിഡന്റ് നടന്നത്. ബൈക്കിൽ തെറിച്ച് ബസ്സിന്റെ മുകളിലോട്ട് വീഴുമായിരുന്നു. പിന്നെ ഇടിച്ച വണ്ടി നിർത്താതെ പോയി സാർ. മരിച്ച ആളുടെ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? കിട്ടി സാർ. പേര് റെജി, സ്ഥലം എറണാകുളം. എറണാകുളത്തോടെ കാക്കനാടാണ് സാർ. വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി എറണാകുളം ജില്ലകളിലെ എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്തേക്കണം. ഓക്കെ സാർ. ഇടിച്ച പാർട്ടി ചിലപ്പോൾ ടെൻഷനായിട്ട് നിർത്താതെ പോയതായിരിക്കും സാർ. ഇനി ഏതെങ്കിലും സ്റ്റേഷനിൽ അയാൾ സറണ്ടർ ആയാലോ? ശരി സാർ. സാർ പിന്നെ ഈ ബസ്സിൻ്റെ കാര്യം എങ്ങനെയാണ്? അത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഇല്ല. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടേ. വെറുതെ പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ സാർ. ശരി, എന്നാൽ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി. ആ. നല്ല നാടൻ താറാവ് വെച്ചോ, വയറിറച്ച് കഴിക്കും. മാത്യു, എന്തോ ജോണിനെ കണ്ടില്ലല്ലോ. ഇതങ്ങോട്ട് വെച്ചോ. അവൻ്റെ കാര്യമൊന്നും പറയണ്ട ചോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ 2 പെമ്മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അവൻ്റെ പേരാരെങ്കിലും പറഞ്ഞാൽ തന്നെ എൻ്റെ ഉള്ള മൂടും പോകും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ജെസ്സി നിൽക്കണം കണ്ടില്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്. അതിപ്പോൾ അവൾ കേട്ടാലെന്താ? അവളൊരു പാവമായതുകൊണ്ടല്ലേ അവനെ സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. വേറെ വല്ല പെൺകുട്ടികളാണെങ്കിൽ പണ്ട് ഡിവോഴ്സ് വാങ്ങി വീട്ടിൽ പോയനെ. ദൈവമേ, ഞാൻ ചോദിച്ചത് കുടുങ്ങി. മാത്യു, എല്ലാം ശരിയാവും. ഓ, അവൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ചോ. ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എടുത്തില്ല. എന്തൊരു തിരക്കായിപ്പോയാ? എനിക്കെന്ത് തിരക്ക്? ജോണിനല്ല തിരക്ക്. കുറച്ച് പ്രശ്നത്തിലായിപ്പോയി. എന്താ അവിടെ കാര്യങ്ങൾ? എല്ലാം ഓക്കെ ആയോ? ഞാൻ എത്ര തവണ വിളിച്ചു? ഒരു തവണയെങ്കിലും ഫോൺ എടുത്തൂടെ? അത് ജീപ്പിലായി പോയി. അതെടുക്കാൻ പറ്റായിരുന്നു. അപ്പം നല്ല ദേഷ്യത്തില. അപ്പം ഇന്നത്തെ ദിവസം തീരുമാനമായി. ഇപ്പൊ എവിടെയാ? ഞാൻ വന്നോണ്ടിരിക്കുക. ഞാൻ വരാം. ശരി. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നാളെ രാവിലെ പള്ളിയിൽ വന്നാൽ മതിയായിരുന്നല്ലോ. എടാ, നിനക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു പെങ്ങളുടെ മധുരം വെപ്പിന് ആങ്ങളെ കയറി വരുന്ന സമയം കണ്ടില്ലേ? ഒന്ന് പതുക്കെ പറയേ, പിള്ളേരൊക്കെ എഴുന്നേക്കും. ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കളായ ഒരു അനുസരണ വേണ്ടേ? ഇതിപ്പോ എന്റെ തൊണ്ടല്ലേ വെള്ളം പറ്റാന്നല്ലാതെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വല്ലം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ. രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. മോളെ ചെന്ന് വിളമ്പി കൊടുക്ക. നീ ഒരൊറ്റ ആളാണ് പിന്നെ വഷളാക്കുന്നത്. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എടുത്തു ഞാൻ പോരും. സർക്കിൾ ഇൻസ്പെക്ടർ ജോൺ ലൂത്തർ എത്തിയില്ലേ? ഓ, ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി. ഓ, അവിടെ അച്ഛനും മോനും തമ്മിൽ ബഹളം വെക്കുമ്പോൾ നല്ല സുഖമാണല്ലോ ഉറങ്ങാൻ. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ആഹാ, കയ്യിലെന്തൊരു കെട്ടൊക്കെ. എന്താ പറ്റിയേ? ഒന്നുമില്ല, ഇതൊന്നും പറഞ്ഞ നീ കിടന്ന രാവിലെ എണീക്കാൻ. അതെ, രാവിലെ 5 മണിക്ക് എന്നെ ഒന്ന് പനമ്പള്ളി കൊണ്ടാക്കണേ. എന്തിന്? എനിക്ക് മേക്കപ്പ് ചെയ്യണ്ടേ. ശരി, കൊണ്ടോ. കിടന്നോ. ചേട്ടാ. ഓ, നീ നിർത്താറായില്ലേ? കല്യാണം കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അത് ചേട്ടൻ അങ്ങോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി അതും കുത്തിക്കൊണ്ടിരിക്കേണ്ട കിടക്കാൻ നോക്ക്. ശരി. എന്തായി? ഉറങ്ങിയ? ദേഷ്യത്തില? ഞാൻ ദേഷ്യത്തിലൊന്നല്ല. അധികം ബലം പ്രയോഗിക്കണ്ട. കൈമുറിഞ്ഞിരിക്കല്ലേ? ഓ, അതൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. മര്യാദക്ക് കിടക്കാൻ നോക്ക്.